ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ. വലിയ ദുർദേശത്തായിരിക്കുന്ന ഏവർക്കും ഞങ്ങൾ അറിയിച്ചുകൊള്ളുന്നു ദൈവത്തിന്റെ സ്തോത്രം. സുവിശേഷപൂർവമായി ഈ ദേശത്ത് കടന്നുവരുവാൻ സ്വർഗത്തിന്റെ ദൈവം ഞങ്ങളെ സഹായിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. സായം സന്ധ്യയോടുകൂടി ചുരുക്കം സഹോദരന്മാർക്ക് ഈ വലിയ ദുർദേശത്ത് വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പ്രബോധിപ്പിക്കുവാൻ, ദൈവത്തിന്റെ നാമത്തെ ഭൂമിയുടെ അറ്റത്തോളം അറിയിക്കുവാൻ, സുവിശേഷവുമായി മുന്നേറുവാൻ, ദൈവത്തിന്റെ നാമം ജാതികളോട് പ്രഘോഷിപ്പാൻ ദൈവം ഞങ്ങളെ അയച്ചിരിക്കാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നീ കടലിൻ മീതെ നടന്നേ, നീ ആകാശം ചാഞ്ഞിറങ്ങി, നീ കാറ്റും കടലും തടുത്തേ, നീ കടലിൻ മീതെ നടന്നേ, നീ ആകാശം ചാഞ്ഞിറങ്ങി. അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രദേശത്ത് കടന്നു വന്ന് യേശുക്രിസ്തുവിന്റെ ആ പരിശുദ്ധ സത്യസുവിശേഷം ഈ പ്രദേശവാസികളോട് വിളിച്ചു പറയുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ആഴ്ത്തിയേൽപ്പിക്കുന്നു. ഏതുമില്ല കർത്താവേ, അങ്ങയുടെ കൃപയിൽ മാത്രമായിരിക്കുന്നു. ഒരു ദിവസം കൂടി ഭൂമിയിൽ ധാരാളമായി നൽകിയതിനായി എല്ലാ മഹത്വവും പുകഴ്ചയും സർവശക്തനായ ദൈവത്തിന് അർപ്പിക്കുന്നു. ജീവിതമൊരു നീർക്കുമിളയല്ലയോ, അതിൽ ആയുസ് നിമിഷങ്ങളല്ലയോ, സിംഹാസനത്തിനായി ദാഹിച്ചലയും, സിംഹാസനത്തിനായി ദാഹിച്ചലയും മനുഷ്യ, നീയത് ഓർക്കുന്നുണ്ടോ മനുഷ്യ, നീയത് ഓർക്കുന്നുണ്ടോ, ജീവിതമൊരു നീർക്കുമിളയല്ലയോ, അതിൽ ആയുസ് നിമിഷങ്ങളല്ലയോ, ഓടയിൽ വാടാനും മേടയിൽ വാടാനും ആറടി മണ്ണേ നിനക്കു സ്വന്തം, മനുഷ്യന്റെ മനസ്സിലെ ദേവാലയത്തിലെ ആത്മാവിൽ വിലയെന്തെന്നറിയുകൊള്ളുക, മനുഷ്യ നീയതോർക്കുന്നുണ്ടോ, മനുഷ്യ നീയതോർക്കുന്നുണ്ടോ, ജീവിതമൊരു നീർക്കുമിളയല്ലയോ, അതിൽ ആയുസ് നിമിഷങ്ങളല്ലയോ, ജീവിതമൊരു നീർക്കുമിളയല്ലയോ, അതിൽ
ആയുസ നിമിഷങ്ങളല്ലയോ. മഹത്വമുണ്ടാകട്ടെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, അവൻ മുഖാന്തരം സകലവുമായി ഉളവായവനെ കൂടാതെ ഉളവായിട്ടുമില്ല. അവന് ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യന്റെ വെളിച്ചമായിരുന്നു, വെളിച്ചമിൽ പ്രകാശിക്കുന്നു, ഇരുളോതിനെ പിടിച്ചടക്കിയില്ല. അതെ, ദൈവം ഒരു വാക്കിനെ സകലം ഉളവാക്കി. ആകാശ, ഭൂമി, വായു, ജലം, അഗ്നി, ഈ പഞ്ചഘടകങ്ങൾ ദൈവം സൃഷ്ടിച്ചു. ആകാശത്തിലെ സകല സൂര്യചന്ദ്ര നക്ഷത്രാദികളെ സൃഷ്ടിച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു, ഭൂമിയിലെ സകല ശരാശര ജീവജാലങ്ങളെ സൃഷ്ടിച്ചു, കടലിനെ സൃഷ്ടിച്ചു, കടലിലെ സകല ജീവജാലങ്ങളെ സൃഷ്ടിച്ചു. അവൻ സകലവും ഒരു വാക്കിനാൽ ഉളവാക്കി. ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ദൂതന്മാരെ സൃഷ്ടിച്ചു. അങ്ങനെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ലൂസിഫറും കൂട്ടരുമാണ് ദൈവത്തെ അഗാധമായി രാപ്പകൽ വിശ്രമം കൂടാതെ ദൈവം പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു. അത് മുഖാന്തരം ആ ദൂതന് നിഗളം കയറി. ആ നിഗളത്തിന്റെ ഫലമായി ദൈവം ആ ലൂസിഫറെയും കൂട്ടരെയും വെട്ടി താഴെയിട്ടു. ഈ സ്വർഗത്തിൽ അവന് സ്ഥാനമില്ല. ആകയാൽ സ്വർഗരാജ്യം നഷ്ടപ്പെട്ട് ഈ ഭൂമിയിൽ ഊടാട് നടക്കുകയായിരുന്നു. പഴയ പാപം, പഴയ സർപ്പമായ ആ ലൂസിഫറും കൂട്ടരും ഭൂമിയിൽ ഊടാടി നടക്കുന്നു. ഇനി ഞങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ യാതൊരു അവകാശവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അഹങ്കാരങ്ങളോ നിഗളങ്ങളോ ഉണ്ടായാൽ ദൈവം വെട്ടിക്കളയും. പിന്നെ ഒരിക്കലും നമുക്ക് അതിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ കഴിയുകയില്ല. ആകയാൽ ദൈവം നമുക്ക് എന്തെങ്കിലും നന്മകൾ തന്നാൽ അത് നമ്മൾ നിഗളിച്ചു പോകാതിരിക്കുവാൻ ശ്രദ്ധിച്ചു കൊള്ളുക. അതിനുശേഷം ദൈവത്തിന്റെ ഒരുപടി മണ്ണെടുത്ത സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവത്തെ എന്തായാലും ആരാധിക്കുവാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു. ജീവനുള്ള ദേഹിയുള്ള ആത്മാവുള്ള മനുഷ്യനാക്കി ആദാമിനെ സൃഷ്ടിച്ചു. എന്തിനൊന്നോ ആദാമിനെ സൃഷ്ടിച്ചത് വീണുപോയി കിടക്കുന്ന ആ ലൂസിഫർക്ക് പകരം ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ആദാമിനെ സൃഷ്ടിച്ചിട്ട് ഏദൻ തോട്ടത്തിൽ സൂക്ഷിപ്പുകാരനാക്കി വെച്ചു. എന്നിട്ട് ആ ഏദൻ തോട്ടത്തിലുള്ള സകല വൃക്ഷങ്ങളുടെ ഫലങ്ങൾ നിങ്ങൾക്ക് തിന്നാം. എന്നാൽ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകൾ അറിയുന്ന ആ ജീവന്റെ വൃക്ഷം, അതിലുള്ള ഫലം നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് ആദാമിനോട് കൽപ്പിച്ചിരുന്നു. സാത്താൻ പറയുന്നു, എനിക്ക് കിട്ടാത്ത സ്വർഗരാജ്യം ഇനി നിങ്ങൾക്കും വേണ്ട. ആയാൽ അസൂയ, കുശുമ്പ്, കൊലപാതകം, പിണക്കം, ജാരസംഘ, മോഹം, പിടിച്ചുപറി, കൊലപാതകം, ആളുകളെയൊക്കെ എന്ത് ചെയ്യും? ഇന്നത്തെ ജ്യോത്സ്യന്മാരും മന്ത്രമാരെല്ലാരും എന്ത് ചെയ്യുന്നു? അസ്ഥികഷ്ണങ്ങളെ കടിച്ചു കാർന്ന് തിന്നുകൊണ്ട് ജനങ്ങളെയും എന്ത് ചെയ്യുന്നു? വേട്ടയാടുന്നു. ആ പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല കർത്താവെ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ജനത്തോട് അങ്ങയുടെ പരിശുദ്ധ സുവിശേഷം വിളിച്ചു പറയുവാൻ ഭൂമിയിൽ അങ്ങ് അനുവദിച്ചു തന്ന ആ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മഹത്വമെല്ലാം സർവശക്തനായ ദൈവത്തിന് അർപ്പിക്കുന്നു. കർത്താവെ, സസ്യങ്ങളെയും മനുഷ്യരെയും മൃഗങ്ങളെയും ഒരു വാക്കുകൊണ്ട് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ അവയൊക്കെയും ഉളവായി വന്നുവെങ്കിൽ മനുഷ്യനെ മാത്രം ദൈവം അപ്രകാരമല്ല സൃഷ്ടിച്ചത്. മനുഷ്യന്റെ രൂപമുണ്ടാക്കി അവനെ ഒരു യാഗപീഠത്തിൽ വെച്ചു
അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി അവനെ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവകരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് ഒരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ പക്ഷികളും മൃഗങ്ങളും ചത്തുകഴിഞ്ഞാൽ അതോടെ അവയുടെ കാര്യങ്ങൾ കഴിയുമ്പോൾ മനുഷ്യവർഗത്തിന് അപ്രകാരമല്ല സംഭവിക്കുന്നത്. ഒരു മനുഷ്യനെന്ന് പറയുന്നത് 3 ഘടകങ്ങളോട് കൂടിയതാ. ദേഹം, ദേഹി, ആത്മാവോട് കൂടിയ ഒരേ ഒരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ പുറമേയുള്ള മാംസ ശരീരം മണ്ണിൽ ദ്രവിച്ചു പോകും. ദഹിപ്പിക്കുന്നവരാണെങ്കിൽ ഒരു പിടി ചാരമായി പുറമേയുള്ള മനുഷ്യന്റെ കാര്യങ്ങൾ അവസാനിക്കുമ്പോൾ അകമേയുള്ള ദേഹിയും ആത്മാവും, ആ വിലയേറിയ ആത്മാവ് സൃഷ്ടിച്ച ദൈവം ഒരു മനുഷ്യനെ നൽകിക്കൊണ്ട ഒരു മനുഷ്യന്റെ രൂപത്തെ സൃഷ്ടിച്ചത്, ഒരു മനുഷ്യനായി 3 ഘടകങ്ങളോടെ സൃഷ്ടിക്കപ്പെട്ടത്. ആയതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ വിലയേറിയ ആത്മാവ് സൃഷ്ടിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിച്ചേരും. അത്രമാത്രം നിരൂപരാക്കപ്പെട്ടു. പല വീടുകളില് ഫോട്ടോ തൂക്കിയിട്ടിട്ടുണ്ട്. എന്നാൽ യേശുക്രിസ്തു 39 ചാട്ടവാറടികൾ കൊണ്ട് ശരീരം തീർവിക്കപ്പെട്ട് കാഴ്ചയിൽ മനുഷ്യനാകുന്ന തോറാക്കണ്ട് നിരൂപരാക്കപ്പെട്ടതിനു വേണ്ടി മനുഷ്യന്റെ പാപത്തെ നരകയാതന അനുഭവിക്കുന്ന മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ പ്രിയമുള്ളവരെ സർവശക്തനായ കർത്താവ് ആ ക്രൂശ് മരണം വരിച്ച് ചാട്ടവാറടികൾ കൊണ്ട് നിരൂപമാക്കപ്പെട്ടു നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തു തരികയാണെങ്കിൽ ഒരു വ്യക്തി പോലും ആ ഫോട്ടോ സ്വന്തം വീട്ടിൽ പതിക്കുകയില്ല. അത്രത്തോളം സർവശക്തനായ കർത്താവ് നിരൂപരാക്കപ്പെട്ടു. സൗന്ദര്യം നഷ്ടപ്പെട്ടു. സാധനങ്ങൾ, മാനങ്ങൾ, മഹിമകൾ വേണ്ട എന്ന് വെച്ചു. എന്തിനു വേണ്ടി? പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും നിത്യമായ നരകത്തിൽ ജ്വാലയിൽ നിന്ന് രക്ഷിക്കുവാൻ. എന്നാൽ യാതൊരു യോഗ്യതയോ അർഹതയോ യാതൊന്നുമില്ലാത്ത പാപത്തിൽ നിവദിച്ച മനുഷ്യനെ വീണ്ടെടുക്കുവാൻ സ്വർഗ സിംഹാസനം പിടിച്ച് ഈ ഭൂമിയിലേക്കത്തേക്ക് ഇറങ്ങി വന്ന് ജീവൻ നൽകി പുണ്യാഹരൊഴുക്കി മനുഷ്യരെ ശാപത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, നരകശിക്ഷയിൽ നിന്നും വീണ്ടെടുത്ത ഒരേ ഒരു ദൈവമാണ് യേശുക്രിസ്തു. എന്താണ് ക്രൂശ്? ക്രൂശ് എന്ന് പറഞ്ഞാൽ വേദനയാണ്, നിന്ദയാണ്, ത്യാഗമാണ്, പരിഹാസമാണ്, ചമ്മട്ടിയാണ്. ഇതൊക്കെയും ഏറ്റ് സർവശക്തനായ ദൈവം നമ്മെ ആദമ നരകത്തിൽ നിന്ന് വീണ്ടെടുക്കുമെങ്കിൽ യേശുക്രിസ്തുവിൽ കൂടിയല്ലാതെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനം സാധ്യമാകില്ല. ജീവിതയാത്രക്കാരാ കാലടികളിൽ പോട്ട് നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ ലക്ഷ്യം നിൻ മുൻപിലെന്ത്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ ലക്ഷ്യം നിൻ മുൻപിലെന്ത്? അന്തിൻ രൂപി യേശുനാഥ് നിന്നെ വിളിക്കുന്നില്ലേ? പോകല്ലേ നീ അന്ധനായി ലോക സൗഭാഗ്യം തേടി. പോകുന്ന യാത്രക്കാരാ പാറക്കെട്ടിൽ തട്ടാതെ നീ അക്കരെ ചെന്നിടുമോ? ജീവിതയാത്രക്കാരാ. Praise the Lord.
അഖിലാണ്ടത്തിന്റെ ഉടയവൻ ലോകത്തിന്റെ വെളിച്ചവുമായ യേശു ക്രിസ്തു സ്വർഗീയ മഹിമകളെ വെടിഞ്ഞുകൊണ്ട് ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്നു. മനുഷ്യനായി ജന്മമെടുത്തു. കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തു വീണ്ടും തന്റെ വിശുദ്ധന്മാരെ ചേർത്തുകൊള്ളാൻ യേശു ക്രിസ്തു വീണ്ടും വരാൻ പോവുകയാണ്. യേശു ക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ പ്രകാരം പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്തുവാൻ കഴിയുകയില്ല എന്ന്. സഹോദരങ്ങളെ, ഈ ലോകത്തിലെ മനുഷ്യൻ സാധാരണ പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ കർമ്മങ്ങളും ക്രിയകളും നടത്തിയാൽ, പ്രാർത്ഥന വഴിപാടുകൾ നടത്തിയാൽ ഒക്കെ മരിച്ചവന്റെ ആത്മാവിന് ശാന്തി കിട്ടുമെന്നാണ് ഈ ലോകത്തിലെ മതങ്ങൾ മനുഷ്യനെ പഠിപ്പിക്കുന്നത്. എന്നാൽ ബൈബിൾ പ്രകാരം പറയുന്നു, മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം പ്രാപിക്കേണ്ടതിന് യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. ഒരു വ്യക്തിക്ക് പോലും മറന്നിരിക്കുവാൻ കഴിയുകയില്ല. ബൈബിൾ പ്രകാരം പറയുന്നത്, യേശുക്രിസ്തുവിന്റെ അഗ്നികാലത്തിന്റെ കണ്ണുകൊണ്ട് സകല മനുഷ്യരെയും ദൈവം നോക്കിക്കൊണ്ടേയിരിക്കുന്നെന്ന്. ഈ ലോകത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിലായാലും ലോകരാജ്യങ്ങളിലായാലും നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അഭിമാനം കൊള്ളുന്ന ഈ കേരളത്തിലായാലും എവിടെ നോക്കിയാലും കടകളിലും കമ്പോളങ്ങളിലും അതുപോലെ വീടുകളിലും കോടതിയിലും ഹോസ്പിറ്റലിലും സ്കൂളുകളിലും ഒക്കെ ക്യാമറ വീട്ടിലെത്തിയിരിക്കുന്നു. ഈ ക്യാമറയിലെ ദൃശ്യങ്ങൾ വെച്ച് ആരെങ്കിലും തെറ്റ് ചെയ്താൽ, കുറ്റങ്ങൾ ചെയ്താൽ പോലീസ് വിളിച്ച് ജയിലിലടയ്ക്കും. കോടതി ഈ CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ വെച്ച് മനുഷ്യനെ കുറ്റം വിധിക്കാറുണ്ട്. എന്നാൽ ബൈബിൾ പ്രകാരം പറയുന്നത്, യേശുക്രിസ്തുവിന്റെ അഗ്നിജ്വാലകളെ കണ്ടുകൊണ്ട് സകല മനുഷ്യരെയും കണ്ടുകൊണ്ടേയിരിക്കുന്നു. സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന്റെ കണ്ണിനെ മറയ്ക്കുവാൻ ഈ ലോകത്തിലെ ഒരു മനുഷ്യനോ ശക്തികൾക്കോ ആകില്ല എന്ന് ബൈബിൾ പറയുന്നു. ബൈബിൾ വീണ്ടും വ്യക്തമായിട്ട് പറയുന്നത്, മനുഷ്യ നീ കടലിന്റെ അടിത്തട്ടിൽ ചെന്ന് പാർത്താലും അവിടെ ദൈവത്തിന്റെ കണ്ണ് നിന്നെ കാണുന്നുണ്ട്. വീണ്ടും ബൈബിൾ പറയുന്നു, ആകാശമണ്ഡലങ്ങളിൽ നീ കൂടുകൂട്ടാമെന്ന് വിചാരിച്ചാൽ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കരം നിന്നെ അവിടെ നിന്നും വലിച്ചെടുത്ത് താഴേക്ക് എറിയുമെന്ന്. സഹോദരങ്ങളെ, കുറെ വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനമായിരുന്ന കൽപ്പന ചൗള എന്ന് പറയുന്ന ഒരു മാന്യ സഹോദരി, അവരുടെ സംഘാംഗങ്ങളും നാസയിലെ ശാസ്ത്രജ്ഞകൾ ഉൾപ്പെടെ ബഹിരാകാശത്തേക്ക് ചൊവ്വാഗ്രഹത്തിലേക്ക് യാത്ര ചെയ്തു. അവിടെ കടന്നുപോയി കണ്ടുപിടുത്തങ്ങൾ നടത്തി അവർ തിരികെ ലോകത്തിലേക്ക്, നമ്മുടെ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ എത്തുമ്പോഴേ അവരെ സഞ്ചരിച്ചിരുന്ന ബഹിരാകാശ പേടകൾ കത്തി സാരമായി മാറി. അവരുടെ സാരം പോലും ഭൂമിയിലേക്ക് വന്ന് മതിച്ചില്ല. ബൈബിൾ പ്രകാരം പറയുന്നത്, ന്യായവിധിനാൾ യേശുക്രിസ്തു ന്യായാധിപനായിട്ടിരിക്കും. അന്ന് സകല മനുഷ്യരും യേശുക്രിസ്തുവിന്റെ മുമ്പിൽ മുഴങ്ങാൻ മടക്കിയ മതി വരികയുള്ളൂ. സഹോദരങ്ങളെ, ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, ചൂടുപോലെ കത്തുന്നൊരു ദിവസം വരും. അപ്പോൾ സകല ദുഷ്പ്രവർത്തിക്കാരും സകല അഹങ്കാരികളും മന്ത്രവാദികളും ശുദ്ധക്കാരന്മാരും ബിംബാരാധികളും ഒക്കെ താളടിയായി തീരുമെന്ന്. സഹോദരങ്ങളെ, ചൂടുപോലെ കത്തുന്നൊരു ദിവസം വരാൻ പോകുന്നു. യേശുക്രിസ്തു 2023 വർഷം വരെ സകല മാനവകുലത്തിന്റെ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നവൻ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തു വീണ്ടും തന്റെ വിശുദ്ധന്മാരെ ചേർത്താൻ യേശുക്രിസ്തു വീണ്ടും വരാൻ പോവുകയാണ്. ഈ യേശുക്രിസ്തു രക്തധാരിയായി തീർന്നവൻ, അവസാനത്തുള്ളി രക്തം വരെ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഒഴുകിയ യേശുവിനെ കുറിച്ച് ബൈബിൾ പ്രകാരം പറയുന്നത്, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിച്ച ദൈവത്തിന്റെ കുഞ്ഞാണത്രേ ഈ യേശുക്രിസ്തു. സഹോദരങ്ങളെ, ഈ യേശുക്രിസ്തു രാജാതിരാജാവായി കർത്താതികർത്താവായി രാജാക്കന്മാരെ വാഴിക്കുകയും തിരികെ അധികാരത്തിൽ നിന്നും ഇറക്കുകയും ചെയ്യുന്ന ഈ സത്യവെളിച്ചമാകുന്ന യേശുക്രിസ്തു നമ്മെ ചേർത്തുകൊള്ളുവാൻ യേശു വരാൻ പോവുകയാണ്. ബൈബിൾ പ്രകാരം പറയുന്നു, ആകാശമണ്ഡലത്തിൽ യേശുക്രിസ്തു തന്റെ പ്രധാന ദൂതന്റെ കാഹളത്തോടും ദൈവത്തിന്റെ ശബ്ദത്തോടും കൂടെ മധ്യാകാശത്തിൽ വരികയും
സ്നാനമേറ്റ് ദൈവമക്കളായി വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവമക്കൾ ബൈബിൾ പ്രകാരം പറയുന്നു, സ്വർഗത്തിലെ ദൈവത്തിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും ദൈവം തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണമത്രേ. ഈ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്നത് പള്ളിയിലെ അച്ഛനല്ല സഹോദരങ്ങളെ. പള്ളിയിലെ അച്ഛനോ കന്യാസ്ത്രീ അമ്മയോ പെന്തക്കോസ്ത് ഉപദേശിയോ അമ്പലത്തിലെ പൂജാരിയോ ഉസ്താദോ മുസ്ലിങ്ങളെ മോസ്കിലെ ഉസ്താദോ അല്ല. ഇവിടെ ഇന്ത്യ രാജ്യത്തിലെ ആധാർ കാർഡല്ല, ഇന്ത്യൻ രാജ്യത്തിലെ പൗരത്വമല്ല, അമേരിക്കൻ പൗരത്വമല്ല, ഈ ലോകത്തിലെ ഒരു സംഘടനയിലെ മതത്തിലെ അംഗത്വമല്ല. സഹോദരങ്ങളെ, യേശുക്രിസ്തുവിനെ അനുസരിക്കുന്നവരുടെ പേര് മാത്രമാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നു സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നത്, അല്ലാതെ കുറുക്കുവയൊന്നുമില്ല. ഈ ലോകത്തിലെ മനുഷ്യർ പറയുന്നത് കർമ്മങ്ങൾക്കും ക്രിയകൾക്കും മോക്ഷലോകത്തെത്തിക്കാൻ കഴിയുമെന്ന്. ചിലർ പറയുന്നു പ്രാർത്ഥന വഴിപാടുകൾ നടത്തിയാൽ മതി, മറ്റൊരു കൂട്ടർ പറയുന്നു നന്മ പ്രവർത്തികൾക്ക് മോക്ഷലോകത്തെത്താമെന്ന്. എന്നാൽ ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു യേശുക്രിസ്തുവിനെ അനുസരിക്കാത്ത സകല മനുഷ്യരുടെയും നന്മ പ്രവർത്തികൾ കടപിടിച്ച ഒരു തുണി പോലെയത്രേ ഉള്ളൂ സഹോദരങ്ങളെ. വീണ്ടും ബൈബിൾ പറയുന്നു വർഷാവർഷം അടിയന്തരം നടത്തുന്നു, 40 അടിയന്തരം പ്രാർത്ഥന വഴിപാടുകൾ ഒക്കെ നടത്താറുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥനകൾക്കോ വഴിപാടുകൾക്കോ കർമ്മങ്ങൾക്കോ ക്രിയകൾക്കോ യാതൊന്നിനും മരിച്ചുപോയവരുടെ ആത്മാവിനെ മോക്ഷലോകത്തെത്തിക്കാൻ കഴിയില്ല. ഞങ്ങൾ പ്രസംഗിക്കുന്നത് യേശുക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ സൗജന്യമാണ്. യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ മോക്ഷലോകത്തെത്തുവാൻ കഴിയുകയുള്ളൂ. സകല മനുഷ്യർക്കും ഒരിക്കൽ മരണവും മരണശേഷം ഒരു ന്യായവിധിയും ദൈവം നിയമിച്ചിരിക്കുകയാണ്. ആ ന്യായവിധിയിൽ നിന്നും മോചനം പ്രാപിക്കുവാനാണ് ഞങ്ങൾ ഈ സുവിശേഷം പ്രസംഗിക്കുന്നത്. അല്ലാതെ മതപരിവർത്തനം ചെയ്യുവാനോ ഞങ്ങളുടെ പള്ളികളിൽ ആളെ കൊണ്ടുവാനോ അല്ല. സഹോദരങ്ങളെ, ചില മനുഷ്യർ പറയാറുണ്ട് ഇവളുമാർക്ക് വേറെ പണിയൊന്നുമില്ലേ. പാമ്പ് മനുഷ്യന്റെ അടുക്കൽ, സാത്താൻ പാമ്പായി ഈ മനുഷ്യന്റെ അടുക്കൽ വന്നു. സഹോദരിയായിരുന്ന ആദിമ മാതാവായിരുന്ന ഹവ്വയെ ചതിച്ചു എന്ന്. ആ ചതിയിൽപ്പെട്ട ഹവ്വയും ആദാം ദമ്പതികൾ ശരീരത്തിൽ നിന്നും ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു. അവർ നഗ്നരായി തീർന്നു എന്ന് ബൈബിൾ പറയുന്നു. ഈ നഗ്നരായി തീർന്ന മനുഷ്യനെ വസ്ത്രം ധരിപ്പിച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. സഹോദരങ്ങളെ, വീട്ടിൽ ബൈബിൾ ഉള്ളവർ എടുത്തു വായിക്കേണ്ടത് അത്യാവശ്യമാണ്. സഹോദരങ്ങളെ, ഈ സാത്താൻ മനുഷ്യനെ ചതിച്ചു. എന്നാൽ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചു സ്ത്രീയുടെ സന്തതിയായി ഒരു മനുഷ്യൻ ജന്മമെടുക്കും. അത് ദൈവമാണ്. യേശുക്രിസ്തുവാകുന്ന ദൈവം, വചനമാകുന്ന ദൈവം ജഡാവതാരമെടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു സ്ത്രീയുടെ സന്തതിയായി. ഈ സ്ത്രീയുടെ സന്തതിയായി ജനിച്ചവൻ സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. ആ വാഗ്ദത്തമാണ് യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശുമരണത്തിൽ കൂടെ ഈ ലോകത്തിലെ മനുഷ്യർക്ക് രക്ഷയ്ക്ക് വേണ്ടി വഴി തുറക്കപ്പെട്ടുകൊണ്ട് അഖിലാണ്ടത്തിന്റെ ഉടയവൻ ലോകത്തിന്റെ വെളിച്ചമായ ഈ യേശുക്രിസ്തു സാത്താന്റെ തലയെ തകർത്തു, മരണത്തിന്റെയും പാതാളത്തിന്റെ മേൽ ജയം വരിച്ചു. ബൈബിൾ പ്രകാരം പറയുന്നു ഇരുളിന്റെ ശക്തിയാകുന്ന സാത്താന്റെ പ്രവൃത്തികളെ അഴിക്കാൻ തന്നെ ദൈവപുത്രനാകുന്ന യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നതെന്ന്. ഇന്നും ലോകത്തിലെവിടെ നോക്കിയാലും മനുഷ്യന് സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഈ ലോകത്തിലെ ചില മനുഷ്യരെ കുറിച്ച് യേശുക്രിസ്തു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ. ഒരിക്കൽ ചന്ദ്രരോഗം എന്ന് പറയുന്ന ചുഴലി രോഗം ബാധിച്ച ഒരു ചെറുപ്പക്കാരനെ അവന്റെ മാതാപിതാക്കൾ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു കടന്നു ചെന്നപ്പോൾ തന്നെ ആ ചെറുപ്പക്കാരനിൽ വ്യാപരിക്കുന്ന ഭൂതാത്മാവ്, സാത്താന്യ ശക്തി അവനെ ശരീരമാംസങ്ങളെ ദണ്ഡിപ്പിച്ചു. അവന്റെ ശരീരത്തെ സ്വയമായി മുറിവേൽപ്പിച്ചു. അവന്റെ വസ്ത്രങ്ങളെ പറിച്ചുരഞ്ഞു കളഞ്ഞു. ദൈവത്തിന്റെ വചനം പറയുന്നു അവൻ എവിടെ നോക്കിയാലും തീ കണ്ടാൽ തീയിൽ വീഴും, വെള്ളത്തിൽ വീഴും. ഇങ്ങനെ മനുഷ്യനെ ദണ്ഡിപ്പിച്ചുകൊണ്ടേയിരുന്നെന്ന്. സഹോദരങ്ങളെ, ഈ അടുത്ത സമയത്ത് തിരുവനന്തപുരം പട്ടണത്തിന്റെ വിവിധ ഭാഗ
ശരീരത്തിൽ കുത്തി കയറ്റി തീയിൽ ചാടുന്നു, തിളച്ച എണ്ണ ദേഹത്തൊഴിക്കുന്നു. ഈ ബൈബിൾ പറയുന്ന ഈ ചന്ദ്രലോകമാകുന്ന ചുഴലി അത് പിശാച, ആ സാത്താൻ കയറിയ മനുഷ്യര തീയിൽ വീഴുന്നു. എവിടെ തീ കണ്ടാൽ തീയിൽ വീഴും. എവിടെ തിളച്ച വെള്ളം കണ്ടാൽ അതിൽ വീഴും. ആറ്റിലോ നദികളോ കണ്ടാൽ അതിനകത്തേക്ക് ചാടും. ഇത് സാത്താൻ അവനെ വിട്ട് ചെയ്യിപ്പിക്കുന്നത്, അവന്റെ വസ്ത്രം പറിച്ചിരിപ്പിക്കും. ഇതുപോലെ ഇവിടുത്തെ മനുഷ്യനെ അന്ധത പിടിപ്പിച്ചു, അവന്റെ ശരീരത്തെ സ്വയമായി ഈ സാത്താൻ ദണ്ഡിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എന്നെ ശ്രമിക്കുന്നവരെ, ഈ യേശുക്രിസ്തുവിനെ അനുസരിച്ചാൽ, യേശുവിനെ രക്ഷകനായി ദൈവമായി സ്വീകരിച്ചാൽ, നിന്റെ ശരീരത്തിൽ ഒരു ഇരുമായുധവും ഒരു ശൂലവും നീ കുത്തി കയറ്റേണ്ട. ഒരു തീയിലോ എണ്ണയിലോ വെള്ളത്തിലോ ചാടേണ്ടിയില്ല. ഒരു തീക്കുള്ളത്തിലും നീ ചാടേണ്ടിയില്ല. സഹോദരങ്ങളെ, ഈ സത്യവെളിച്ചമാകുന്ന ഈ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് മനുഷ്യനെ രക്ഷിപ്പാനാണ്. എന്നാൽ ഈ സത്യവെളിച്ചമാകുന്ന യേശുക്രിസ്തുവിനെ മനുഷ്യൻ തിരിച്ചറിഞ്ഞ ദൈവമായി ആരാധിക്കാതെ ഇരുളിന്റെ ശക്തിയെ ദൈവമായി വണങ്ങുന്നെന്ന് ബൈബിൾ പറയുന്നു. സഹോദരങ്ങളെ, വീണ്ടും ബൈബിൾ പ്രകാരം പറയുന്നു, അക്ഷയനായ ദൈവത്തിന്റെ രൂപത്തെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, പർവ്വതാദി, കല്ല്, മുള്ള്, ഏകാദിയാകുന്ന പാപവർഗം ഇവയുടെ രൂപസാദൃശ്യമാക്കി മനുഷ്യൻ മാറ്റിക്കളഞ്ഞു. സഹോദരങ്ങളെ, ഈ സാത്താനെ ആരാ ദൈവമായി വണങ്ങുന്നത്? ആരാ കല്ലിനെയും മരത്തിന്റെയും ചുവട്ടിലേക്ക് വിളക്ക് കൊളുത്തുന്നത്? ആരാ പാമ്പിനെ ദൈവമായി വണങ്ങുന്നത്? ഇവിടത്തെ കാളയെയോ പശുവിനെയോ ആരാ ദൈവമായി വണങ്ങുന്നത്? മനുഷ്യ, നീ തന്നെയല്ലേ? ദൈവം കൽപ്പിക്കുകയാണ്, നിന്റെ സകല ദുർമാർഗങ്ങളും വിട്ടുതിരിഞ്ഞ് ഈ യേശുവിലേക്ക് മടങ്ങി വരുവാൻ. ബൈബിളിലെ വെളിപ്പാട് പുസ്തകത്തിൽ പ്രകാരം പറയുന്നത്, അറക്കപ്പെട്ടവർ, ഭീരുക്കൾ, ഇങ്ങനെ തുടങ്ങിയുള്ള ഒരു വ്യക്തിക്ക് പോലും ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല എന്ന് വീണ്ടും ബൈബിളിലെ വെളിപ്പാട് പുസ്തകത്തിലെ 3-ാം അധ്യായത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ മക്കളെ വഴിതെറ്റിക്കുന്ന ഇസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു. ഈ വലിയ ദുർദേശത്തെ സഹോദരിമാരെ, സഹോദരന്മാരെ, അത് പുരുഷനെയോ സ്ത്രീയെയല്ല പറയുന്നത്. പാപത്തിന് അടിമയായി പുരുഷന്മാരെ, സ്ത്രീകളെ ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുന്ന, മറ്റുള്ളവരെ പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ഏതൊരു പുരുഷനുണ്ടോ സ്ത്രീയുണ്ടോ അവരെയാണ് സ്വർഗത്തിലെ ദൈവം ഇസബേലിനോട് ഉപമിക്കുന്നത്. ആകയാൽ സകല ദുഷ്കാമ പ്രവർത്തികളും സ്ത്രീ പുരുഷന്മാർ ഇന്ന് കേരളത്തിൽ നോക്കിയാൽ സ്വന്തം ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് തോന്നുപോലെ ജീവിക്കുന്ന മനുഷ്യർ, കുടുംബമായി ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യർ ഇന്നത്തെ മനോരമ പത്രത്തിലുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നും വിദേശത്തേക്ക് പോയി നേഴ്സായി ജോലി ചെയ്യുന്ന ഒരു യൗവനക്കാരി സഹോദരി, അവരുടെ മക്കൾക്ക് വിഷം കുത്തിവെച്ചു അവരെ കൊല്ലുവാൻ, എന്നിട്ട് അവളും ശരീരം സ്വയമായി ആത്മഹത്യക്ക് ശ്രമിച്ചു. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് ബൈബിൾ പത്രത്തിലുണ്ട്. ആകയാൽ സഹോദരങ്ങളെ, ആത്മഹത്യ ഒരിക്കലും ഒരു പരിഹാര മാർഗമല്ല. ബൈബിൾ പ്രകാരം പറയുന്നു, ദൈവം വസിക്കുന്ന മന്ദിരമത്രേ മനുഷ്യന്റെ ശരീരം. ഈ ശരീരത്തെ സ്വയമായി ദണ്ഡിപ്പിക്കുന്നവൻ, ശരീരത്തെ സ്വയമായി മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നവനെയാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. അവർക്ക് ഒരിക്കലും മോക്ഷലോകത്ത് കടക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത്, നന്മ തിന്മകളെ തിരിച്ചറിയുക. ഈ ദൈവ മനുഷ്യന് ബുദ്ധി വിവേകം വെച്ചിട്ടുണ്ട്. ബൈബിൾ വീണ്ടും പറയുന്നത്, പകലിലെന്ന പോലെ രാത്രിയിലും മര്യാദയോടെ ജീവിക്കാനാണ് ദൈവം കൽപ്പിക്കുന്നത്. ആകയാൽ സഹോദരങ്ങളെ, പകലിലെന്ന പോലെ നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ ജീവിതങ്ങൾ ഒക്കെ ദൈവത്തിന് പ്രസാദമാകുമാർ ആക്കി മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവം ഈ വലിയ ദുർദേശത്തോട് ആഹ്വാനം ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നേരത്തെ ഞാൻ പറഞ്ഞത് ഇസബേലിനെ കുറിച്ചാണ്. ഈ ഇസബേൽ മനുഷ്യനെ പാപത്തിന് അടിമയാക്കി മാറ്റുന്ന ഒരു സ്ത്രീയാണ്.
വഴിതെറ്റിയ ജീവിതം നയിക്കുന്നെങ്കിൽ എന്നെ ശ്രമിക്കുന്നവരെ മാനസാന്തരപ്പെടുക. സ്വർഗ്ഗത്തിലെ ദൈവം നിനക്ക് നൽകുന്ന അവസാനത്തെ വാണിയായത് നിന്റെ സകല ദുഷ്ടതയും ചതിയും വഞ്ചനയും മന്ത്രവാദവും ശുദ്രപ്രയോഗവും ഒക്കെ വിട്ടുകളഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നിന്നോട് ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ മന്ത്രവാദത്താൽ നീക്കുവാൻ കഴിയാത്ത അനർത്ഥം സ്വർഗ്ഗത്തിലെ ദൈവം നിന്റെ മേലയക്കുമെന്ന് ബൈബിൾ പറയുന്നു. നിന്റെ മാമൂലികൾക്കോ മന്ത്രവാദികൾക്കോ അഭിധാരകന്മാർക്കോ നിന്നെ രക്ഷിക്കാനാകില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, സകല ദുർമാർഗത്തെ പാപസ്വഭാവങ്ങളെ ചാരായ കച്ചവടവും എല്ലാ ലോഡ്ജ് മുതലാളിമാരും തൊഴിലാളികളും സകല ദുർമാർഗികളും ഈ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കുക. അല്ലാഞ്ഞാൽ ബൈബിൾ പറയുന്നു, ദൈവം പറയുകയാണ്, ഞാൻ വരും നിന്റെ നിലവിളക്ക് നിന്റെ നിലയിൽ നിന്ന് കെട്ടുപോകാതെ നീ സൂക്ഷിക്കുക, നീ മടങ്ങി വരിക. നീ നിലവിളക്കെന്താണെന്നറിയുന്നു? നിന്റെ ആത്മാവിനെയാണ് സ്വർഗ്ഗത്തിലെ ദൈവം നിലവിളക്കെന്ന് പറയുന്നത്. നിന്റെ ആത്മാവിനെ നീ രക്ഷിപ്പാൻ നീ ബാധ്യസ്ഥനാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഭൂമിയിൽ ദൈവം നിലത്തെ മണ്ണെടുത്ത് മനുഷ്യനെ ദൈവം ഉണ്ടാക്കി. ദൈവത്തിന്റെ ജീവശ്വാസമാണ് മനുഷ്യന്റെ മേലുള്ളത്. അപ്പോൾ മനുഷ്യൻ ജീവനദേഹിയായി തീർന്നു. സങ്കീർത്തനം 17 അധ്യായത്തിൽ പറയുന്നത്, നീ എന്റെ ദീപത്തെ കത്തിക്കും. ദൈവത്തോട് പറയുകയാണ്, എന്റെ ദൈവമാകുന്ന യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കി മാറ്റുമെന്ന്. സഹോദരങ്ങളെ, നമ്മുടെ ദീപം നമ്മുടെ ആത്മാവാണ്. ഈ ആത്മാവാകുന്ന ദൈവം നമ്മുടെ വെച്ചിരിക്കുന്ന ഈ ആത്മാവാകുന്ന ദീപത്തെ നീ കെടുത്തി കളഞ്ഞാൽ ഒരു പ്രയോജനം നടക്കില്ല. നീ സിഗരറ്റ് വലിച്ച്, കഞ്ചാവ് അടിച്ച്, ചാരായം കുടിച്ച്, പോലെ പരപുരുഷൻ പരസ്ത്രീ ബന്ധത്തിലകപ്പെട്ട് ജീവിച്ചാൽ ഒരിക്കലും നിനക്ക് മോക്ഷലോകത്ത് കണ്ടെത്താനാകില്ല. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വസി ദൈവത്തിന്റെ ആലയത്തിന് ഇളങ്ങേൽക്കും. പൂജിതം തന്നെ ദൈവത്തിന്റെ ആലയം നമ്മുടെ ശരീരമാണ്, ഇവിടത്തെ പള്ളിക്കല്ലടമല്ല. ബൈബിൾ പറയുന്നു, കൈപ്പണിയായ ദേവാലയത്തിൽ ദൈവം വസിക്കുന്നില്ല. പള്ളികളിൽ ദൈവം വസിക്കില്ല. ഇവിടത്തെ ദുരിതങ്ങളിലോ യാതൊരു സ്ഥലത്തും ദൈവത്തിന് വസിക്കാൻ കഴിയില്ല. ബൈബിൾ പറയുന്നു, കൈപ്പണിയായ ആലയത്തിലല്ല ദൈവം വസിക്കുന്നത്. പകരം ബൈബിൾ പ്രകാരം പറയുന്നു, ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്ന മന്ദിരമത്രേ മനുഷ്യ നിന്റെ ശരീരം, നിന്റെ ഹൃദയം. ബൈബിളിലെ മത്തായിയുടെ സുവിശേഷം പറയുന്നത് 5-ാം അധ്യായം ഇപ്രകാരം പറയുന്നു, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടും. ഹൃദയ ശുദ്ധിയുള്ളവർക്ക് മാത്രമേ ദൈവത്തെ കാണുവാൻ കഴിയുള്ളൂ, ദൈവത്തിന്റെ മക്കളായി ജീവിക്കാൻ കഴിയുള്ളൂ. ആകയാൽ സകല ലേഖനം 5-ാം അധ്യായത്തിൽ പറയും പോലെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ക്ഷണത്തിന്റെ പ്രവൃത്തികളും, എല്ലാ കോപവും പകയും വിദ്വേഷവും എല്ലാം വിട്ടുകളയണം. വെളിപ്പാട് പുസ്തകം പറയും പോലെ നായി പട്ടിയുടെ സ്വഭാവമാണ്, ശബ്ദിച്ചതിന് വീണ്ടും തിന്നുക. മനുഷ്യൻ പാപപ്രവൃത്തികൾ ഉപേക്ഷിക്കുന്നു, പെട്ടെന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്നു, പള്ളിയിലേക്ക് പോകുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പാപ സ്വഭാവങ്ങൾ ചാരായമോ സിഗരറ്റോ കഞ്ചാവോ ഒരു കാലഘട്ടത്തിൽ ചീത്ത സ്വഭാവത്തിനടിമയായിരുന്നു. പല മനുഷ്യരും ഗുണ്ടകളായിരുന്നു. ഇതൊക്കെ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരും. കുറച്ച് കഴിയുമ്പോൾ കാര്യസാധ്യം പ്രാപിക്കാതെ വരുമ്പോൾ ചിലരൊക്കെ വീണ്ടും ചാരായം കുടിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു, വീണ്ടും പാപത്തിലേക്ക് പോകുന്നു. ഇതിനാണ് നായ്ക്ക എന്ന് പറയുന്നത്. എന്നെ ശ്രമിക്കുന്ന ഈ വലിയ പ്രദേശത്തെ പാപസ്വഭാവങ്ങൾ വീണ്ടും എടുക്കണമെന്നത് നീ ഒന്ന് കേട്ടോ. യേശു പറയുകയാണ്, മകനെ നീ മടങ്ങി വരിക, അല്ലഞ്ഞാൽ നിന്റെ ജീവിതം പാടാണ്. ബൈബിൾ പറയുന്നത്, യേശു പറയുകയാണ്, നിന്റെ നിലവിളക്ക് നിന്റെ നിലയിൽ നിന്ന് കെട്ടുപോകും. പറയുന്നത് മനസ്സിലായോ? നിന്റെ ഈ ആത്മാവ് ശരീരത്തിലുള്ള ഈ ആത്മാവ് എന്നേക്കുമായി മരിച്ച് നാശത്തിലേക്ക് നരകത്തിലേക്ക് പോകുമെന്നാണ് ബൈബിൾ പറയുന്നത്. ആകയാൽ ജാതി മതമാർഗം വ്യത്യാസമില്ല. യേശു ക്രിസ്തു കൽവരി ക്രൂശിൽ നോക്കുമ്പോൾ യേശുവിനെ കണ്ടുകൊണ്ട്
പറയുന്നത്, കേരളത്തിലെ ദൈവത്തിന്റെ പ്രജകളാകുന്ന അപ്പന്മാരെ, അമ്മമാരെ, യൗവനക്കാരന്മാരെ, ഇന്ന് കേരളത്തിൽ എവിടെ നോക്കിയാലും കാണുവാൻ കഴിയുന്നത് കുടുംബാത്മഹത്യകൾ. 8ാം ക്ലാസ് മുതൽ മുകളിലോട്ട് പഠിക്കുന്ന പെൺമക്കൾ തോന്നുപോലെ ജീവിക്കുന്നു. ചാരായത്തിനും കഞ്ചാവിനും സിഗരറ്റിനും അടിമകളായി പരമ്പരാഗം വെച്ച് അമ്മമാരെ അനുസരിക്കാതെ തോന്നുപോലെ ജീവിക്കുന്ന പെൺമക്കൾ എന്നെ പല സ്ഥലങ്ങളിലും സുവിശേഷം പ്രസംഗിക്കുമ്പോൾ കാണുന്ന കാഴ്ച എത്രയോ വേദനപ്പെടുത്തുന്നതാണ്. നമുക്ക് നമ്മുടെ മക്കളെ പഠിക്കാനാണ് വിടുന്നത്, പക്ഷേ മക്കൾ തോന്നുപോലെ പോകുകയാണ്. അവരോട് പറയുകയാണ്, മക്കളെ നേരെ ജീവിക്കണം, ഓടി സ്കൂൾ വിട്ടാൽ വീട്ടിൽ പോകണം. അപ്പോൾ ചില പെൺമക്കൾ ചോദിക്കാറുണ്ട്, മാമി നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? ചില പെൺമക്കളോട് ഓരെ നല്ല വസ്ത്രം ഇടണം, കുറച്ച് ഇറക്കമുള്ള ഉടുപ്പൊക്കെ ഇടണമെന്ന് പറഞ്ഞാൽ പെൺമക്കൾ പറയും, അയ്യോ ഇത് ലോകത്തിന്റെ ട്രെൻഡാ, ഈ ട്രെൻഡ് അനുസരിച്ച് ഞാൻ പോകത്തുള്ളൂ, നിങ്ങൾക്കെന്താ കുഴപ്പമെന്ന്. ഒരിക്കൽ ഒരു പെന്തക്കോസ്ത് പാസ്റ്ററിന്റെ 2 പെൺമക്കളോട് ഞാൻ പറഞ്ഞു, മക്കളെ യേശുവിന് ഇഷ്ടമല്ലാത്ത വസ്ത്രം നീ ധരിക്കരുത്, യേശുവിന് ഇഷ്ടമല്ലാത്ത രീതിയിൽ നീ പോകരുത്, നിന്റെ അപ്പനൊരു പാസ്റ്റർ പറഞ്ഞപ്പോൾ ആ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന പാസ്റ്ററുടെ മോൾ പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ ട്രെൻഡ് അനുസരിച്ചാണ് ജീവിക്കുന്നത്. അപ്പനോട് പാസ്റ്റർ പറഞ്ഞില്ല, പള്ളി പണിയാൻ പറഞ്ഞില്ല, എനിക്കറിയേണ്ട കാര്യമില്ല. ഈ ലോകത്തിന്റെ ട്രെൻഡ് എന്നാണോ? ട്രെൻഡ് വസ്ത്രങ്ങൾ, ട്രെൻഡ് ജീവിതം, അതനുസരിച്ചേ പോകത്തുള്ളൂ. ഞാൻ കുറച്ച് ചിന്തിച്ചു, ഞാൻ മറുപടി പറഞ്ഞില്ല കൊച്ചിനോട്. കാരണം എല്ലാം പഠിച്ചു വച്ചിരിക്കുന്ന പെന്തക്കോസ്തുകാരോട്, പള്ളിക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ജീവിതം നയിക്കുന്നത്, ഏറ്റവും കൂടുതൽ തോന്നുപോലെ വസ്ത്രം ധരിക്കുന്നത് നമ്മുടെ പള്ളികളിൽ പോകുന്ന പെൺമക്കളും ആൺമക്കളുമാണ്. സഹോദരങ്ങളെ, വലിയ ദേശമേ, യേശുവിനെ നന്നായി അറിയാവുന്ന ദേശമാണ് ഇവിടെ. ഈ ദേശത്തെ പെൺമക്കളെ, ആൺമക്കളെ, അമ്മമാരെ, അപ്പന്മാരെ, മക്കളെ നഗ്നത അനാവരണമാക്കുമാർ വസ്ത്രം ധരിപ്പിക്കാതെ നേരെ വസ്ത്രം ധരിപ്പിക്കാനാ സ്വർഗത്തിലെ ദൈവം കൽപ്പിക്കുന്നത്. ദൈവത്തിന്റെ കൽപ്പനയാണ് മര്യാദയോടെ ജീവിക്കണം, മര്യാദയുള്ള വസ്ത്രം ധരിക്കണം. ഇതൊക്കെ ദൈവം കൽപ്പന വന്നതാ. ഇതിനെ ലംഘിച്ചിട്ട് തോന്നുപോലെ മനുഷ്യൻ പോയാൽ ഒരിക്കലും യേശുവിന്റെ രാജ്യത്തിൽ കടക്കാൻ കഴിയില്ല. യേശു ക്രിസ്തു പ്രകാരം പറഞ്ഞത്, ഒരു ധനവാനും ലാസറും ജീവിച്ചിരുന്നു. അവർ 2 പേരും മരിച്ചു. ലാസർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ശരീരത്തിൽ വ്രണങ്ങൾ ബാധിച്ചു. അവൻ മരിച്ചു, നേരെ സ്വർഗത്തിലേക്ക് പോയി. വീണ്ടും കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഈ ധനവാനും മരിച്ചു. അവൻ നേരെ പോയി പാതാള നരകത്തിലേക്ക്. സഹോദരങ്ങളെ, ഈ ധനവാൻ നരകത്തിൽ കിടന്നുകൊണ്ട് മുകളിലേക്ക് നോക്കി തന്റെ വീട്ടിന്റെ സമീപേ ഭിക്ഷക്കാരനായിരുന്ന വ്രണം ബാധിച്ചു ഈച്ച പുഴുപൊടിഞ്ഞിരുന്ന ആ ശരീരത്തിന്റെ ഉടമ ലാസർ സ്വർഗത്തിൽ സന്തോഷിക്കുന്നു. താനോ നരകത്തിൽ കിടക്കുന്നുണ്ട്. ഈ ധനവാൻ അവിടെ പിതാവോട് നിലവിളിക്കുക, അബ്രാഹാമേ എന്നെ ഒന്ന് രക്ഷിക്കണേ, ഈ നരകത്തിലെ തീയാണ്. വലിയ ദേശമേ, യേശുവിനെ അനുസരിക്കാത്തവർക്കുള്ള ഓഹരി അഗ്നിനരകം തീപ്പൊയ്കളത്രേ. ഈ നരകത്തിലെ തീ കെടുന്നില്ല, ഉത്സാഹമില്ല, ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയത്രേന്ന്. സഹോദരങ്ങളെ, ഈ യേശുവിനെ അനുസരിക്കാത്ത ഒരു വ്യക്തിക്ക് പോലും മോക്ഷലോകത്ത് കയറാൻ പറ്റില്ലെന്നേ. ഇത് കുറുക്കുവഴിയൊന്നുമില്ല മോക്ഷലോകത്തെത്തുവാൻ. ഈ ആകാശത്തിന്റെ കീഴെ ഭൂമിക്കുമേൽ നൽകപ്പെട്ട ഏക വഴി യേശു മാത്രമാണ്. ആകയാൽ ഈ ധനവാൻ നിലവിളിച്ചു, രക്ഷിക്കണമേ. വീണ്ടും നിലവിളിക്കുക, അയ്യോ എന്റെ ഭാര്യ മക്കളും എന്റെ ബന്ധുജനങ്ങൾ ഭൂമിയിലായിരിക്കുന്നു, അവരുടെ അടുക്കൽ ഈ ലാസറിനോട് പറഞ്ഞു വിടണമേ, എന്റെ വീട്ടുകാരോട് സുവിശേഷം പറയാൻ. അപ്പോൾ അബ്രാഹാം പിതാവ് പറയുകയാണ്, അല്ലയോ ധനവാനേ, ഭൂമിയിൽ സുവിശേഷ വേലക്കാരുണ്ട്, പുരോഹിതന്മാരുണ്ട്, പാസ്റ്റർമാരുണ്ട്,
പറയുന്നില്ല. സഹോദരങ്ങളെ, കർമ്മങ്ങൾക്കും ക്രിയകൾക്കും മരിച്ചുപോയാൽ അവന്റെ ആത്മാവിന് ശാന്തി കിട്ടണമേ. എല്ലാ വർഷവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും, ആണ്ടബലി നടത്തും, നേർച്ച കാഴ്ചകൾ അർപ്പിക്കും, പൂജ നടത്തും, മന്ത്രവാദം ചെയ്യും, ആത്മാവിന് ശാന്തി കിട്ടണമേ എന്ന്. പക്ഷേ നിന്റെ ഈ കർമ്മത്തിനോ ക്രിയകൾക്കോ ആകില്ല നിന്നെ രക്ഷിക്കുവാൻ. വീണ്ടും ബൈബിൾ പറയുന്നു, മരിച്ചവരും മൗനതയും ഇറങ്ങിയവർ ആരും ഒരു നാൾ ദൈവത്തെ സ്തുതിക്കുന്നില്ല. സഹോദരങ്ങളെ, ഈ മരിച്ചുപോയ മറിയ, യേശുവിന്റെ അമ്മ മറിയ മരിച്ചു. അവരുടെ കല്ലറ ഇന്നും തുറക്കുന്നുണ്ട്. 11 പേരുടെ കല്ലറ അടഞ്ഞു കിടക്കുന്നത് ഇന്നും. ആകെ കല്ലറ തുറന്നത് യേശുവിന്റെ കല്ലറ മാത്രമാണ്. ഇവിടത്തെ പള്ളിയിലെ പോപ്പിന്റെ ബിഷപ്പിന്റെ കന്യാസ്ത്രീയമ്മയും ഒക്കെ മരിച്ചവരൊക്കെ കല്ലറകൾ അടഞ്ഞു കിടക്കുന്നത്. അവരാരും ഒരിക്കലും എഴുന്നേറ്റിട്ടില്ല. അവരോട് പ്രാർത്ഥിച്ചാൽ നീ എന്നേക്കും നരകത്തിലേക്ക് പോകേണ്ടി വരും. ഒരു ദാക്ഷണ്യം ദൈവം കാണിക്കില്ല. ബൈബിൾ പറയുന്നത് യേശുക്രിസ്തുവിനെ രക്ഷകനായി ദൈവമായി സ്വീകരിച്ച് യേശുവിന്റെ മക്കളായി ജീവിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് വെള്ളത്തിലിറങ്ങി സ്നാനമേറ്റ് ദൈവമക്കളായി ജീവിക്കുക. അപ്പോൾ മാത്രമാണ് നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ സ്വർഗ്ഗത്തിൽ യേശുക്രിസ്തു എഴുതി ചേർക്കുന്നത്. അല്ലാതെ പള്ളിയിലെ രജിസ്ട്രേഷൻ ബുക്കിൽ നിന്റെ പേരുണ്ട്, പക്ഷേ ആ പേര് നിന്റെ സവാളൊക്കെ നടത്താനും വീട് പാലാച്ചാനും കൊച്ചിയുടെ കല്യാണം നടത്താനും മാത്രമേ ഉപകരിക്കത്തുള്ളൂ. അല്ലാതെ നിന്നെ മോക്ഷലോകത്തെത്തിക്കത്തില്ല. ആകയാൽ സഹോദരങ്ങളെ, ഈ സത്യവെളിച്ചമാകുന്ന ജീവനുറവയാകുന്ന സമാധാന പ്രഭുവാകുന്ന യേശുക്രിസ്തു വരാൻ പോകുകയാണ്. രത്നധാരിയായവൻ തേജസ്പൂർണനായി പൊൻകിരീടം ചൂടി ന്യായവിധി നാളിൽ വെള്ളസിംഹാസനത്തിൽ യേശുക്രിസ്തു സകലരെയും ന്യായവിധിപ്പാനിരിക്കും. ബൈബിൾ പറയുന്നു, സകല മനുഷ്യരും അവിടെ നിൽക്കും. അപ്പോൾ നിലവിളിയും അയ്യോ യേശുവേ, എനിക്കുള്ള സീറ്റുക. കർത്താവ് പറയും, ഞാൻ നിന്നെ അറിയുന്നില്ല. അപ്പോൾ നമ്മൾ പറയും, അയ്യോ ഞാൻ പള്ളിയിലാ പോയത്, എല്ലാ പ്രാർത്ഥനയോടെ പള്ളിയിൽ പോയത്. മക്കളെ, സിനിമ കാണുന്ന ക്രിസ്ത്യാനിയെ, സീരിയൽ കാണുന്ന ക്രിസ്ത്യാനിയെ, സിനിമ പാട്ട് പാടുന്ന ക്രിസ്ത്യാനിയെ, നിനക്ക് ഒരിക്കലും മോക്ഷലോകത്ത് കടക്കാൻ കഴിയില്ല. കാരണം സിനിമയും സീരിയലും ഇവിടുത്തെ സിനിമ പാട്ട് ഈ ലോകത്തിന്റെ ലഗ്നം എന്തിനൊക്കെ പുറമേ പോകുന്നു, അതൊക്കെ അവസാനം മരണവഴികളെ നിന്നെ സാത്താനെ ഇടുവാൻ ഉണ്ടാക്കിയ അഗ്നിനരകത്തിലേക്ക് നിന്നെ എത്തിക്കുന്നതാണ് ഈ സിനിമയും സീരിയലും സിനിമ പാട്ടും ഇവിടത്തെ സകല കളികളും. മറന്നുപോകല്ലേ ക്രിസ്ത്യാനിയെ, ദേശനിവാസിയെ. ക്രിസ്ത്യാനിയെ രക്ഷിപ്പാനല്ല യേശു വന്നത്. ബൈബിൾ പറയുന്നു, സകല മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി സകല മനുഷ്യരെ മോക്ഷലോകത്തെത്തിക്കുവാനാണ് യേശുക്രിസ്തു രക്തം ചൊരിഞ്ഞത്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ ഒരു വിമോചനമില്ല. ഈ യേശുക്രിസ്തു ദൈവം മനുഷ്യനായി ജന്മമെടുത്തവർ. ഈ പരിശുദ്ധനാകുന്ന ദൈവത്തിന്റെ രക്തമാണ് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ചൊരിയപ്പെട്ടത്. ആകയാൽ ന്യായവിധി നാളിൽ യേശുവിന്റെ ആ ന്യായവിധിയുടെ മുമ്പിൽ സകലരെ നിൽക്കേണ്ടി വരും. ബൈബിൾ പറയുന്നത് യേശുക്രിസ്തുവിന്റെ മുമ്പിൽ എല്ലാവരും വന്നു നിൽക്കും. ഭൂമിയുടെ ആരംഭത്തിലുണ്ടായ ആദാം ഹവ്വ തുടങ്ങി അവസാനം ഈ ഭൂമിയെ ന്യായവിധിക്ക് പാത്രമാക്കുന്നത് വരെയുള്ള സകല മനുഷ്യരും, അതിന് ജാതിയില്ല, മതമില്ല, ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ജൈനനെന്നോ ബുദ്ധനെന്നോ ഈശ്വരവാദിയെന്നോ യാതൊരു വ്യത്യാസമില്ല. മനുഷ്യരെന്നോ ബൈബിൾ പറയുന്നത്. ആകയാൽ എല്ലാ മനുഷ്യരും ഇവിടുത്തെ ഇന്ത്യക്കാരനെന്നോ മലയാളിയെന്നോ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥെന്നോ ഒരു വ്യത്യാസമല്ല. ഇന്ത്യയുടെ പ്രസിഡന്റ് പ്രധാനമന്ത്രിയോ പിണറായി സാഹിബെന്നോ ഒരു വ്യത്യാസമില്ല. എല്ലാവരും യേശുവിനെ
പറയും പോലെ യേശുവിനെ അനുസരിക്കാത്ത നിന്റെ കാര്യം കട്ടപ്പുകയാണ്. ആകയാൽ ഇത് ലാഘവത്തോടെ പറയല്ലേ, വെറുതെ എന്തോ കേട്ടിട്ട് പറയും പോലെ നീ ഇത് കളഞ്ഞിട്ട് പോകല്ലേ. യേശുവിനെ രക്ഷകനായി ദൈവമായി സ്വീകരിച്ച് വെള്ളത്തിലായി വിശ്രാമമേറ്റ് സകല വിഗ്രഹാരാധനയിൽ വിട്ടുകളഞ്ഞ് ബൈബിളിലെ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നായ്ക്കൾ, ശുശ്രൂഷകർ, ബിംബാരാധികൾ, ആരാധനപ്പെട്ടവർ, ഭീരുക്കൾ, ഇങ്ങനെ തുടങ്ങി ബിംബാരാധനയുടെ വിഗ്രഹത്തെ യേശുവിന്റെ പ്രതിമയാലും കന്യാമറിയത്തിനായാലും പള്ളിയിലെ അച്ഛനായാലും അമ്പലത്തിലെ പ്രതിമയാലും എവിടത്തെ പ്രതിമയാലും പ്രതിമയെ വണങ്ങുമോ നേരെ നരകത്തിലേക്ക് പോകും. ആകയാൽ എല്ലാ കർമ്മവും, എല്ലാ കള്ളത്തരവും, ചതി, വഞ്ചനയും, എല്ലാ ദുഷ്ടതയും, എല്ലാ ചാരവും, സിഗരറ്റും, കഞ്ചാവും, പിള്ളേരെ പീഡിപ്പിക്കുന്നത് ഒക്കെ വിട്ടുകളഞ്ഞ് ദൈവമക്കളായി വിശുദ്ധ ജീവൻ നയിക്കുക. വരാൻ പോകുന്ന ന്യായവിധി നാളിൽ ബൈബിൾ പറയുന്നു, ജീവന്റെ പുസ്തകം തുറക്കും, ആ പുസ്തകത്തിൽ പേരില്ലാത്തവരോട് കർത്താവ് കൽപ്പിക്കും, ശപിക്കപ്പെട്ട ഹോമാരികളെ എന്നെ വിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ അഗ്നി നരകത്തിലേക്ക് പോകുകയെന്ന് കൽപ്പിക്കുമ്പോൾ നരകത്തിന്റെ കവാടം തുറക്കും. സകലരും യേശുവിനെ അനുസരിക്കാത്ത, സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്ത എല്ലാവരും ആ തീയിലേക്ക് പോകും. ഇവിടെ റേഷൻ കാർഡ് പേരില്ലാത്തവന് എന്നിട്ടുണ്ടല്ല, റേഷൻ കിട്ടത്തില്ല. ആധാർ കാർഡ് പേരില്ലാത്തവന് ഇന്ത്യയിൽ ആനുകൂല്യമില്ല. പൗരത്വമില്ലാത്തവന് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ല, വിദേശത്ത് പോകാനും പറ്റില്ല. ഇതുപോലെ ദൈവത്തിന്റെ രാജ്യമാണ് യേശു രാജാവായി ഭരിക്കുന്ന രാജ്യമാണ് മോക്ഷലോകം. അവിടെ ഉള്ള പാസ്പോർട്ട് വിഷയമാണ് യേശുവിനെ രക്ഷകനായി ദൈവമായി സ്വീകരിച്ച് യേശുവിന്റെ ജീവൻ നയിക്കുക. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. സഹോദരങ്ങളെ, സകല മനുഷ്യരുടെയും ആത്മാക്കളെ തിരികെ ഭൂമിയിലേക്ക് വിടും ദൈവം. എന്നിട്ട് കൽപ്പിക്കും, ഇവിടെ കയറി വരിക. അപ്പോൾ ബൈബിൾ പറയുന്നു, നമ്മുടെ ശരീരം അടക്കം ചെയ്ത ആ ഭൂമിയുടെ മണ്ണ് നമ്മുടെ ശരീരം തിരികെ വിട്ടുകൊടുക്കും. ഈ ചുട്ടവരെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചു കൊടുത്തവരുടെ ശരീരം ആ തീ തിരികെ ഏൽപ്പിക്കും. കടലിൽ വീണവരെ കടൽ തിരികെ ഏൽപ്പിക്കും. വെള്ളത്തിലെ നദികളിലെ വീണവരെ ആ വെള്ളവും നദികളും ഏൽപ്പിക്കും. അതുപോലെ ആകാശത്തിൽ വെച്ച് മരിച്ചുപോയവരെ ആകാശം തിരികെ ഏൽപ്പിക്കും. ജാതിയിൽ മനോഹരം നോക്കിക്കൊണ്ടിരുന്നാൽ, ഓ നിന്റെ യേശുവിനെ എനിക്ക് വേണ്ട, ഓ നീ പെന്തക്കോസ്തുകാരുടെ സുവിശേഷം, ഇത് പെന്തക്കോസ്തുകാരുടെ വകയല്ല, യേശുവിന്റെ സുവിശേഷമാണ് വിളിച്ചു പറയുന്നത്. ഒരു പെന്തക്കോസ്തുകാരുടെ വകയല്ല ഈ സുവിശേഷം. ഇത് യേശുവിന്റെ സുവിശേഷമാണ്. നിനക്ക് വേണമെങ്കിൽ നീ രക്ഷ പ്രാപിക്കാൻ യേശുവിനെ മനഃപൂർവ്വമായിട്ട് സ്വീകരിക്കും സഹോദരങ്ങളെ. പ്രൈസ് ദി ലോർഡ്. കുറുക്കുവഴിയൊന്നുമില്ല. ഈ ശരീരം മനുഷ്യൻ പറയും, ഓ ആര് കണ്ട് കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പേ സ്വർഗത്തിൽ കയറ്റത്തുള്ളൂ. യഹോവ സാക്ഷികൾ മനുഷ്യരെ കള്ളം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നീ കള്ളം പഠിപ്പിച്ച് ഈ 144 ബൈബിൾ പറയുന്നത്, അത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, അത് ക്രിസ്ത്യാനിയെ, ലോകത്തിലെ മനുഷ്യ, ഇവിടത്തെ പള്ളിക്കാരെ, അത് നിങ്ങളെ കുറിച്ചല്ല. ആ പറയുന്നത് അത് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, യേശുക്രിസ്തു വന്ന് തന്റെ വിശുദ്ധന്മാരെ ചേർത്താൽ ഇവിടെ എതിർ ക്രിസ്തുവിന്റെ ഭരണം അധികാരത്തിൽ വരും. പ്രൈസ് ദി ലോർഡ്. എതിർ ക്രിസ്തുവിന്റെ നമ്പർ നെറ്റിമേലോ കൈമേലോ 666 പറയുന്ന സംഖ്യ നെറ്റിമേലോ കൈമേലോ പതിക്കാത്തവർക്ക് വിൽക്കാനോ വാങ്ങാനോ കഴിയില്ല. അവർക്ക് ആഹാരം കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നത്, അവർക്ക് മനസ്സിലാകും ഇവർ ഈ എതിർ ക്രിസ്തുവിന്റെ അധികാരികൾ ബിംബം നടത്തിയിട്ട് അങ്ങനെ വണങ്ങാൻ പറയും. ഈ നെറ്റിമേലോ കൈമേലോ 666 മുദ്രയേൽക്കാൻ പറയും. അപ്പോൾ അവർക്ക് മനസ്സിലാകും ഇത് യേശു ക്രിസ്തുവല്ല, ഇത് എതിർ ക്രിസ്തുവാണ്, സാത്താൻ ലൂസിഫറിന്റെ ഭരണമാണെന്ന്. അപ്പോൾ ഈ യഹൂദന്മാർ ഈ നെറ്റിമേലും കൈമേലും 666 സംഖ്യ ഏൽക്കാൻ അനുവദിക്കാതെ, ഏൽക്കാൻ കഴിയാതെ അവർ മാറി നിൽക്കും. ആ യഹൂദന്മാരെ കൊല്ലുമെന്ന് ബൈബിൾ പറയുന്നു.
കൂടെ മാത്രമാണ്. അത് യേശുവിന്റെ രണ്ടാമത്തെ വരവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷയില്ല. ബൈബിൾ പറയുന്നു, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഇനി ഒരവസരം ലഭിച്ചെന്ന് വരികയില്ല. നമ്മുടെ രക്ഷയുടെ അവസരം യേശുവിന്റെ രണ്ടാമത്തെ വരവ് വരെ മാത്രമേ ഉള്ളൂ. യേശുവിന്റെ വിശുദ്ധന്മാരെ ചേർത്തുകൊണ്ടാൽ പിന്നെ ഇവിടെ ആർക്കും മോചനമില്ല. ഈ ലോകം പിന്നെ ഇതുപോലെയുണ്ട്. അവസാനം അന്ത്യന്യായവിധി നാളിൽ മാത്രമാണ് ഈ ഭൂമിയെ ദൈവം തിരികെയാക്കി മാറ്റുന്നത്. ബൈബിൾ പറയുന്നു, ഭൂമിയിൽ കത്തി ചാരമായി തീരും, മൂലമാറ്റങ്ങൾ അഴിഞ്ഞു മാറും, ആകാശം പുതുപോലെ ഒഴിഞ്ഞു പോകുമെന്ന്. ആകയാൽ സഹോദരങ്ങളെ, വരാൻ പോകുന്ന ന്യായവിധി നാളിൽ നാം ഒക്കെ നശിച്ച് നരകത്തിലേക്ക് പോകാതെ ഭൂമിയിൽ ജീവനോടിരിക്കുമ്പോൾ യേശുവിനെ രക്ഷകനായി ദൈവമായി സ്വീകരിച്ച് വെള്ളത്തിലിറങ്ങി സ്നാനമേറ്റ് വിശുദ്ധ ജീവൻ നയിച്ച് സകല പാപ സ്വഭാവങ്ങളെയും വിട്ടുകളഞ്ഞ ദൈവമക്കളായി ജീവിക്കുക. സ്വർഗത്തിലെ ദൈവം സകലവിധമാകുന്ന സമാധാനത്താലും സന്തോഷത്താലും നിത്യജീവനാലും നമ്മെ നിറച്ച് നമ്മുടെ ജീവനെ രക്ഷിച്ച് നിത്യജീവനിലെത്തിക്കുവാൻ ഏതൊരു യേശുവാണ്. ആ യേശുവിനെ സ്വീകരിച്ച് ദൈവമക്കളായി ജീവിക്കുക. വരാൻ പോകുന്ന എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും കർത്താവ് നമ്മെ മോചിപ്പിക്കും. ബൈബിൾ പറയുന്നത്, യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ എല്ലാവരും എന്റെ അടുക്കലേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. ആകയാൽ അധ്വാനിച്ച് ഭാരം ചുമന്ന് ഹൃദയം നിറങ്ങി വേദനപ്പെടുന്നവരെ കർത്താവ് നിങ്ങളെ ഏവരെയും സഹായിക്കും. യേശുവിന്റെ സമാധാനം, യേശുവിന്റെ സന്തോഷം, സ്നേഹം, സൗഖ്യം ഒക്കെ നമ്മൾ നിറയ്ക്കുന്നതാണ്. ആ യേശുവിന്റെ മക്കളായി ജീവിക്കുക. കർത്താവിന്റെ വെളിച്ചം, യേശുവിന്റെ സമാധാനം ഈ വലിയ ദേശത്തെ സകലർക്കും നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം കർത്താവ് നമ്മെ ധന്യമായി ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അതിൽ ആയുസ്സു നിമിഷങ്ങളല്ലയോ, ജീവിതമൊരു നീർക്കുമിളയല്ലയോ. അതിൽ ആയുസ്സു നിമിഷങ്ങളല്ലയോ, ജീവിതമൊരു നീർക്കുമിളയല്ലയോ. സിംഹാസനത്തിനായി ദാഹിച്ചലയുന്ന, സിംഹാസനത്തിനായി ദാഹിച്ചലയുന്ന മനുഷ്യ, നീയത് ഓർക്കുന്നുണ്ടോ? മനുഷ്യ, നീയത് ഓർക്കുന്നുണ്ടോ? ജീവിതമൊരു നീർക്കുമിളയല്ലയോ, അതിൽ ആയുസ്സു നിമിഷങ്ങളല്ലയോ, ജീവിതമൊരു നീർക്കുമിളയല്ലയോ. ഓടയിൽ വാഴാലും മേടയിൽ വാഴാലും ആറടി മണ്ണേ നിനക്കു സ്വന്തം. ഓടയിൽ വാഴാലും മേടയിൽ വാഴാലും ആറടി മണ്ണേ നിനക്കു സ്വന്തം. പട്ടോടയാളുകളും സ്വർണ്ണാഭരണങ്ങളും ചുടലക്കളം വരെ നിനക്കു സ്വന്തം. പട്ടോടയാളുകളും സ്വർണ്ണാഭരണങ്ങളും ചുടലക്കളം വരെ നിനക്കു സ്വന്തം. മനുഷ്യ, നീയത് ഓർക്കുന്നുണ്ടോ? ജീവിതമൊരു നീർക്കുമിളയല്ലയോ, അതിൽ ആയുസ്സു നിമിഷങ്ങളല്ലയോ, ജീവിതമൊരു നീർക്കുമിളയല്ലയോ. വ്യക്തമോഹങ്ങളാൽ നീ പടുത്തുയർത്തുന്ന മൺകൂനയൊരു കാറ്റിൽ തകർന്നു വീഴും. വ്യക്തമോഹങ്ങളാൽ നീ പടുത്തുയർത്തുന്ന മൺകൂനയൊരു കാറ്റിൽ തകർന്നു വീഴും. മനുഷ്യന്റെ മനസ്സിലെ ദേവാലയത്തിൽ
മനുഷ്യ നീയത് ഓർക്കുന്നുണ്ടോ മനുഷ്യ നീയത് ഓർക്കുന്നുണ്ടോ ജീവിതമൊരു നീർക്കുമിളയല്ലയോ അതിൽ ആയുസ് നിമിഷങ്ങളല്ലയോ ജീവിതമൊരു നീർക്കുമിളയല്ലയോ അതിൽ ആയുസ് നിമിഷങ്ങളല്ലയോ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി കാവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കാവ്യ പ്രദേശത്ത് യേശുക്രിസ്തുവിൻ്റെ ആ സത്യസുവിശേഷം വിളിച്ചു പറയുവാൻ ഞങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിയതിനായി ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഈ പ്രദേശവാസികളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അന്ധകാരത്തിലിരിക്കുന്ന ജനം ക്രിസ്തു എന്ന അത്ഭുത പ്രകാശത്തെ കണ്ടുമുട്ടുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ പറഞ്ഞതായ ദൈവവചനങ്ങൾ ഓരോ വ്യക്തികളുടെ ഹൃദയങ്ങളിലും ആഴത്തിൽ പതിഞ്ഞ് പരിശുദ്ധാത്മാവരുടെ ഹൃദയങ്ങളിൽ പരിവർത്തനം വരുത്തണമേ ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് അവരെ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഭാരത്തിലും വേദനയിലും കണ്ണുനീരിലും ആയിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അവരെല്ലാം യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുവാൻ അവിടുന്ന് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഈ പ്രദേശത്ത് കടന്നു വന്ന് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ജനത്തോട് വിളിച്ചു പറഞ്ഞത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും നന്മയ്ക്കും രക്ഷയ്ക്കും കർത്താവിനെ കണ്ടുമുട്ടുവാനുള്ളതായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളെയും ഒന്നുകൂടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബലപ്പെട്ട് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ നന്മയും അനുഗ്രഹവും കരുണയും അവിടുന്ന് നൽകുമാറാകണമേ ദൈവകാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കുട്ടികളെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പ്രാർത്ഥനയും യാചനയും ചെവിയാഴ്ച കേൾക്കുന്നതിനായി സ്തോത്രം കർത്താവെ സകലവും യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി വാ സ്വർഗീയത്തിയെ ഇറങ്ങി